അപ്പോൾ PCC ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് PCC എൻ്റെ BFSലെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ PCC ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് ക്ലിക്ക് ചെയ്തതാണെങ്കിൽ താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ അകത്ത് ഒരു പെൺകുട്ടി നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ BFS എക്സ്പീരിയൻസും പിന്നെ എന്തൊക്കെ ഇമെയിൽസിൻ്റെ ഓരോ സ്റ്റേജസും അവർ അയച്ച ഇമെയിൽസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. 9:45 എൻ്റെ സ്ലോട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ രണ്ട് ലെവൽ ഓഫ് ചെക്കിങ്ങും പിന്നെ അവസാനത്തെ ഒരു കൗണ്ടറിലാണ് നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ PCC ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ആദ്യം അവർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത കൗണ്ടറിലോട്ട് അവർ വിടും. അപ്പോൾ അവിടെ വലിയൊരു ക്യൂ ആണ് ഈ സെക്കൻഡ് കൗണ്ടറിൽ. അവിടെയാണ് അവർ നമുക്ക് ടോക്കൺ തരുന്നത്, മൂന്നാമത്തെ കൗണ്ടറിലോട്ട്, ഫൈനൽ കൗണ്ടറിലോട്ട്. അപ്പോൾ അവിടെ അവർ നമ്മളോട് എല്ലാ ബാക്ക് ഡോക്യുമെൻറ്റ്സ്, ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടോ എന്ന് അതാരും നോക്കും. അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടേഴ്സ് വിത്ത് പ്രിൻറ്റേഴ്സൊക്കെ കാണും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. പക്ഷേ ഇത് പറയുന്ന കൂട്ട് അത്ര എളുപ്പമല്ലായിരിക്കും. ബിക്കോസ് അവിടെ യൂഷ്വലി വലിയൊരു ക്യൂ ആയിരിക്കും. ആ കമ്പ്യൂട്ടേഴ്സിന് മുമ്പിൽ ഒത്തിരി പേര് ഇങ്ങനെ ഇഷ്യൂസ്, ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തവർ കാണും. അപ്പോൾ അവർ വലിയൊരു ക്യൂ ആയിരിക്കും അവിടെ ഉള്ളത്. അതുകൊണ്ട് ബെറ്റർ 2 or 3-4 ഡേയ്സ് മുമ്പ് തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളെ അവിടെ കമ്പ്യൂട്ടേഴ്സ് ഇടയ്ക്ക് കേടായിപ്പോയി അവിടെ. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി എടുക്കേണ്ട വന്നു. അപ്പോൾ പറ്റാൻ പോകുന്നത് ഒത്തിരി ടൈം എടുക്കും. ബിക്കോസ് നമുക്ക് കിട്ടിയ ടൈമിൻ്റെ ഉള്ളിൽ ഇത് തീർത്തില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ഫൈനൽ ഡോക്യുമെൻറ്റ് സബ്മിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഈ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വിസ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഷെയർ കോഡ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പക്ഷേ അവർക്ക് വിസയുടെ ഫുൾ സ്ക്രീൻഷോട്ടായിരുന്നു വേണ്ടത്. അപ്പോൾ അടുത്ത കൗണ്ടറിലോട്ട് പോയപ്പോൾ, ഫൈനൽ കൗണ്ടറിലോട്ട് പോയപ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ യൂഷ്വലി പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതലാണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ 46 pounds ആണ് വാങ്ങിച്ചത്. അപ്പോൾ കറക്റ്റ് എമൗണ്ട് ആയിട്ട് പോകുന്നത് ഇച്ചിരൂടെ കൂടുതൽ എമൗണ്ട് ആയിട്ട് പോവുക. പിന്നെ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്രെഡിറ്റ് കാർഡും ഇല്ല, ഡെബിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 25th എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്. അതിൻ്റെ അപ്പോൾ അടുത്ത ദിവസം തന്നെ അവർ എനിക്കൊരു ഇമെയിൽ വിട്ടു. നിങ്ങളെ ഡോക്യുമെൻ്റ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലോട്ട് അവർ ഡിസ്പാച്ച് ചെയ്തെന്ന് പറഞ്ഞൊരു ഇമെയിൽ എനിക്ക് വിട്ടായിരുന്നു. വിത്തിൻ 11 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഹൈ കമ്മീഷൻ ഡിസിഷൻ ഉണ്ടാക്കി ആ ദിവസം തന്നെ UK അഡ്രസ്സിലോട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ് വിടുവാന്ന് പറഞ്ഞൊരു ഇമെയിലും എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ ലോക്കൽ സ്റ്റേഷനിൽ, നമ്മളുടെ ഏരിയയിലടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള, എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ ഇന്ത്യൻ നമ്പർ കൊടുക്കാനും ഞാൻ എപ്പോഴും PCC ആപ്ലിക്കേഷനിൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് അറിയാമായിരിക്കും എപ്പോഴായിരിക്കും അവിടെ വേഗത്തിൽ ചെന്ന് ഇത് സൈൻ ചെയ്ത് വിടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.